നാട്ടില് എല്ലാവരും ഇപ്പൊ ബിസിനസ് തുടങ്ങുന്നുണ്ട്. പക്ഷെ UAE പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങി അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഓടിച്ചോണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ചേച്ചി. ചേച്ചിയുടെ പേര്? എന്റെ പേര് മായ. ചേച്ചിയുടെ സ്ഥാപനത്തിന്റെ പേര്? ഞാൻ മായാസ് വേൾഡ് എന്ന ഒരു ഇൻഡോർ പ്ലാൻ ബൊട്ടീക്കാണ് നടത്തുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ അല്ലെ എല്ലാവരുടെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട് ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് വളരെ പ്രചോദനമായിട്ടുള്ള ഒരു ജേർണി ആയിരിക്കും ചേച്ചിയുടെ ഈ ചെറിയ കാലയളവിൽ തന്നെ. അപ്പൊ എന്താണ് ചേച്ചിയുടെ ഈ ഒരു സംരംഭത്തിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ? എനിക്ക് പണ്ട് തൊട്ടേ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്കത് വീട്ടിൽ വളർത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്റെ വീട്ടിലെല്ലാം വെള്ളം കയറുന്ന ഒരു ഏരിയയാണ്. നാട്ടിലെവിടെയാ? നാട്ടിൽ ഞങ്ങൾ കായംകുളം, അവിടെ അത്യാവശ്യം വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എനിക്ക് എന്റെ ചെടി വളർത്തൽ എന്ന ആഗ്രഹം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ എന്റെ കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞ് വാങ്ങണമെന്ന് വിചാരിച്ചപ്പം പൈസ ഇല്ല. ഇപ്പോഴും ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിലിട്ടോണ്ട് നടന്നു. പക്ഷെ ഇത് നടക്കുന്നില്ലല്ലോ. പിന്നെ നമ്മള് പൈസയൊക്കെ ആയി വീടൊക്കെ വെച്ച്, വീട് നിറയെ ചെടികൾ വെച്ച് ഞാൻ അവിടെ ഒരു ചേട്ടനെയും വെച്ചിട്ടുണ്ട്. ഇവിടെ എന്റെ വീടാണിത്. ഓക്കെ ഓക്കെ. ചേച്ചിയുടെ നാട്ടിലെ വീട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ കൂടുതൽ സമയം? കൂടുതലും ഞങ്ങൾ UAE-ലാണ്. ഈ കേരളത്തിലെ ക്ലൈമറ്റിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് UAE പോയി നമ്മൾ ചെടി വളർത്തിയപ്പോ എന്തൊക്കെയായിരുന്നു അത് ചേച്ചിക്ക് സക്സസ്ഫുൾ ആയി കിട്ടി? അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്? ആദ്യമൊക്കെ അറിഞ്ഞൂടല്ലോ ക്ലൈമറ്റ് അനുസരിച്ച് ചെടി വാങ്ങണമെന്നും. ഇഷ്ടമുള്ളത് വാങ്ങും, നശിച്ചു പോകും. പിന്നീട് ഞാൻ അത് പഠിക്കാൻ തുടങ്ങി. ക്ലൈമറ്റ് അനുസരിച്ച് ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന പ്ലാന്റ്സ് ഏതാണെന്ന് നോക്കി അങ്ങനെ പഠിച്ചു. സത്യത്തിൽ എനിക്ക് ഇതിന്റെ സയന്റിഫിക് നെയിം ഒന്നും അറിഞ്ഞൂടാ പ്ലാന്റ്സിന്റെ. ഞാൻ ബേസിക്കലി ഒരു മാത്തമാറ്റിക്സ് ടീച്ചറാണ്. എന്റെ പാഷനിലൂടെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു, ചെടികൾ വളർത്തി. ഏതെങ്കിലും ഒരു പുതിയ ചെടി ഷോപ്പിൽ കണ്ടാൽ ഞാൻ വാങ്ങും, വീട്ടിൽ കൊണ്ടുവെക്കും, അതിനെ വളർത്തും. എന്നിട്ട് അതിന് എന്തൊക്കെ പറ്റും എന്നൊക്കെ ഞാൻ അങ്ങനെ മനസ്സിലാക്കി എടുത്തതാണ്. ഈ ദുബായ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് മൊത്തം മരുഭൂമിയും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ആളുകളൊക്കെ ചെടി മേടിക്കും, നമ്മുടെ ബിസിനസ് ഒക്കെ സക്സസ് ആവുമോ? നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലോ വളർത്തുന്നത്. അപ്പൊ ആളുകൾക്ക് എല്ലാവർക്കും പ്ലാന്റ്സ് ഇഷ്ടമാണ്. അവര് വരും. ചിലരുണ്ട് ഒരുപാട് ചെടികളെ സ്നേഹിക്കുന്നവര്. അവര് വീഡിയോസ് കണ്ടിട്ടും ഒക്കെ വന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് നിറയെ പർച്ചേസ് ചെയ്യുന്നു. ഓ, ചെടിച്ചട്ടിയിലായി ഇതൊക്കെ വെച്ചേക്കുന്നത് അല്ലയോ? ഇതിനകത്ത് കായൊക്കെ ഉണ്ടല്ലോ. പിന്നെ ധാരാളം ഉണ്ട്. ഓക്കെ. ചേച്ചിക്ക് എങ്ങനെയാ ഈ ഇൻഡോർ പ്ലാന്റ്സ് ആണോ അതോ ഇങ്ങനത്തെ കുഞ്ഞ് മരങ്ങളാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടം. ചെടികൾ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ UAE അങ്ങനെ സെലക്ട് ചെയ്തത് അവിടെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇൻഡോർ പ്ലാന്റ്സിന്, ഔട്ട്ഡോറിനേക്കാളും നന്നായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വീട്ടിലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ നമുക്കൊന്ന് കാണണം കേട്ടോ. ഇത് ചേച്ചിയുടെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ഒന്ന് നോക്കിയപ്പോ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ട് കുറെ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു തരുമല്ലോ അല്ലേ? തരാം. ഭയങ്കര ഹെൽത്തി ആയിട്ടാണ്, ഭയങ്കര ഇടതൂർന്ന ഇലകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണോ ചേച്ചി അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? അതെ, ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഈ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് സ്ഥല പരിമിതി ഉണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ വുഡൻ സ്റ്റാൻഡിലൊക്കെ ഡെക്കോർ ചെയ്ത വീട്ടിൽ ഒരു ജംഗിൾ ഫീൽ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ചെടികളെ സ്നേഹിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ വീട്ടിനകത്തൊരു കാർഡ് ഉണ്ടാക്കി കൊടുക്കലാണ് അവിടുത്തെ ഒരു ലക്ഷ്യം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ബൊട്ടീക്ക് എന്ന് പറയുമ്പോൾ തുണിക്കടകളൊക്കെ ഓർമ്മ വരുന്നത്, ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള. പക്ഷെ ചേച്ചിയുടെ സ്റ്റോറിന്റെ പേര് മായാസ് വേൾഡ് ദ പ്ലാൻ ബുട്ടീക്ക് എന്നാണ്. അതെന്താ ചേച്ചി അങ്ങനെ കൊടുത്ത്? എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ആ പേരിലും ഇൻഡോർ പ്ലാൻ ബൊട്ടീക്ക് എന്നങ്ങ് കൊണ്ടുവന്നു. അപ്പൊ അതും ഒരു വെറൈറ്റി. അതെ. അതെ, ഇങ്ങനത്തെയൊക്കെ ഒരു വലിയ ഒരു ചെടി ഇച്ചിരി സൈസ് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ കുറച്ചൊരു ഇതുള്ളവർക്കേ മനസ്സിലാവത്തുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനത്തെ സർവീസുകളും ചേച്ചി ചെയ്ത് ചെയ്യുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാ ചെയ്ത് കൊടുക്കുന്നത്? നമ്മളിപ്പം ആവശ്യക്കാര് വന്നിട്ട് നമ്മളോട് പറയാണ്, പുതിയൊരു ഫ്ലാറ്റ് എടുക്കുന്നവരോ അല്ലെങ്കിൽ വില്ല എടുക്കുന്നവരോ ഓഫീസ് എടുക്കുന്നവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഏതൊക്കെ ചെടികൾ ഞങ്ങളുടെ ലൈറ്റിൽ വെക്കാൻ പറ്റും, അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വെക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നവര് നമ്മൾ അവിടെ പോയി സജസ്റ്റ് ചെയ്യും. നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഇന്ന പ്ലാന്റ് അവിടെ വെക്കും. ബിഗിനേഴ്സിന് ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ. അപ്പം ഭയങ്കര ഗംഭീര, നമ്മളാരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു പ്രീമിയത്തില് അതെ, പ്രീമിയം ആയിട്ട് പ്ലാന്റ് ബുട്ടീക്ക് നടത്തുന്ന ഒരാളാണ് ഞാൻ. ഈ ചേച്ചി എന്ന് വിളിക്കുന്നത് നമ്മുടെ ആ ഒരു ബഹുമാനം കൊണ്ടാണ് കേട്ടോ. ഇത് ഭയങ്കര ചെറിയ ഒരാളാണ്. എനിക്കൊരു സംശയമുള്ള എന്താന്ന് വെച്ചാല്, നമ്മുടെ നാട്ടിൽ പോലും എന്റെ വീട്ടിൽ പോലും ഇത്രയും ബുഷിയായിട്ട് ഈ സംഭവം എനിക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ദുബായിലെ വീഡിയോ ഫുള്ള് കണ്ടു. എല്ലാം വളരെ തിക്കായിട്ട് ബുഷിയായിട്ടാണ് ചേച്ചി ചെടികളെല്ലാം നിൽക്കുന്നത്. അതെന്താ അതിന്റെ ഒരു സീക്രട്ട്? അത് നമുക്ക് മാർക്കറ്റിൽ പല ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സ് കിട്ടും. ഞാൻ എടുത്തിരിക്കുന്നത്
എടുത്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഇൻഡോർ പ്ലാന്റ്സ്, ഹോളണ്ട് ക്വാളിറ്റി പ്ലാന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗെറ്റിംഗ് പ്രൈസും അതുപോലെ ഉണ്ട്. ആ സാധനം നമ്മൾ സിംഗിൾ പീസസ് എടുത്ത് ഒരു സെറാമിക് പോട്ടിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു യുണീക്ക് ആക്കണമല്ലോ, അതിനെ ഞാൻ റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവര് വളർത്തിയെടുക്കണ്ട, ഇതുപോലെ കൊണ്ടങ്ങ് വെച്ച് പിന്നെ പരിപാലിച്ചാൽ മതി. പരിപാലിക്കാനുള്ള സെറ്റപ്പുകളും ഒക്കെ ഉണ്ട്. നമ്മൾ അതിന് അവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുള്ളൂ: ലൈറ്റ്, വാട്ടറിങ്, ഫെർട്ടിലൈസർ. ഓക്കെ, അത് നമ്മൾ വൺസ് പറഞ്ഞു കൊടുത്താൽ. ലൈറ്റ് അവിടുത്തെ ഭയങ്കര ഹാർഷ് ലൈറ്റ് അല്ലേ, അപ്പൊ അതെന്തോ ചെയ്യും? നമ്മൾ ഇൻഡയറക്റ്റ് ലൈറ്റ് ആണ് എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും വേണ്ടത്. പിന്നെ നമ്മുടെ റൂമിലെ ലൈറ്റുകൾ ഉണ്ടല്ലോ, നമ്മൾക്ക് കാണാനും നമ്മൾ ഇടുന്ന ലൈറ്റ്, അത് നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റൂമിലാണ് നമ്മൾ ഇതെല്ലാം വെക്കാൻ പറയുന്നത്. അപ്പം ലോ ലൈറ്റിൽ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. ചിലർ പറയും നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഇല്ലാന്ന്. അപ്പൊ അവർക്കുള്ള പ്ലാന്റ്സ് നമ്മൾ അത് സജസ്റ്റ് ചെയ്യും. പിന്നെ ചിലവർ ഇഷ്ടം കൊണ്ട് വാങ്ങിക്കൊണ്ട് പോവാറുണ്ട്. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെടി സംഭവമാണ് ജെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും ഒത്തിരി വിശേഷങ്ങള് നമുക്ക് കിട്ടി. ഇങ്ങനെ ഒരുപാട് സമയമൊന്നും ഞാൻ ചേച്ചിയുടെ എടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിവരങ്ങള് പുള്ളിക്കാരത്തിയുടെ നേരിട്ട് അറിയണമെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ UAE-യിലാണെങ്കിൽ മായാസ് വേൾഡിന്റെ ഒഫീഷ്യൽ പേജ് ഉണ്ട് അല്ലെ, അപ്പോ അതില് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ കേട്ടിടത്തോളം വളരെ പ്രീമിയം ആയിട്ട് പ്ലാന്റ്സ് സെല് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മായാസ് വേൾഡിന്റെ ഓണറായ മായ അനിൽ. അപ്പൊ ചേച്ചി, എവിടെയാണ് ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? ഷാർജ മൊബൈലയിലുള്ള സ്കൂൾ സോണിലാണ് എന്റെ ഷോപ്പ്. ഒരു തവണയെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഏത് ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സ് ആണ് സെല് ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജസും നിങ്ങളുടെ ഷോപ്പ് വിസിറ്റും ഒക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് തരുന്നത്. അത് ഞാനൊരു വീട്ടമ്മയായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഇറങ്ങി വരാനും ഇവിടം വരെയൊക്കെ ആകാനും സാധിച്ചത് ഈ ആളുകൾ തന്ന ഒരു സപ്പോർട്ടാണ്. അത് ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ്. ഓക്കെ, എനിക്ക് എന്തായാലും ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പുണ്ട് നമ്മള് വെറും കൈയോടുകൂടി മായാസ് വേൾഡിൽ നിന്ന് ഇറങ്ങത്തില്ല. എങ്ങനെ ആയാലും ഒരു 2 ചെടി എടുത്ത് 2 കയ്യിലും പിടിച്ചിട്ടായിരിക്കും മിനിമം മായാസ് വേൾഡിൽ നിന്ന് ഇറങ്ങുന്നത് അല്ലെ. ഈ അറബികളൊക്കെ നമ്മുടെ സംരംഭത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അവര് വരാറുണ്ട്. അവര് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്, ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്നത്. അവര് വേറെ അറബിക് ആ ഒരു ഷോപ്പുകളിലായിരിക്കും ചിലപ്പോ പോയിട്ടുള്ളത്. നമ്മുടെ അവിടെ തന്നെ ഉള്ളവര് വന്നിട്ട് എനിക്ക് ഫണ്ട്സ് വന്നിട്ടുള്ളവര് വീണ്ടും വരാറുണ്ട്. അവര് കൂടുതൽ ഗിഫ്റ്റിങ്ങിനൊക്കെയാണ്. ശരി. അപ്പം അറബ്സിന്റെ നമുക്ക് അങ്ങനെ ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പൊ ചേച്ചി, കൺഗ്രാറ്റുലേഷൻസ്. ചേച്ചിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒരുപാട് നാള് ഒരുപാട് ചെടികൾ ഈ ചേച്ചിയുടെ ഈ കൈ വെച്ച് അവിടെ ഉള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഒരു തവണ നമ്മളും വരുന്നതായിരിക്കും ചേച്ചിയുടെ മായാസ് വേൾഡ് നേരിട്ട് കാണാനായിട്ട്. ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ അവിടെ നേരിട്ട് ചെന്ന് കാണിക്കാം. ഓക്കെ, ബൈ.